ഹലോ ഗായ്സ്, വെൽക്കം ടു ക്ലാസ്. സോ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന പ്ലാന്റിൻ്റെ ആണ്. നമ്മുടെ ചാപ്റ്റേഴ്സ് കണ്ടവർ ഫസ്റ്റ് സെക്കൻഡ് ചാപ്റ്റർ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവർ കാണുക. നമുക്ക് ഇഷ്ടത്തിന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് പ്ലാന്റിൻ്റെ എന്നുള്ള തേർഡ് ചാപ്റ്റർ ആണ്. സോ പ്ലാന്റിന് നമ്മളിപ്പോൾ ബയോളജി ക്ലാസിഫിക്കേഷൻ പറഞ്ഞ സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്ലാന്റിന് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഒരു ചാപ്റ്റർ ആയിട്ട് പഠിക്കുന്നുണ്ട് അല്ലേ. സോ ഇപ്പോൾ പ്ലാന്റിന് നമുക്ക് എന്തൊക്കെ പഠിക്കാനുള്ളത്, പ്ലാന്റിന്റെ ക്ലാസിഫിക്കേഷനും കാര്യങ്ങളൊക്കെ. സോ അതിൽ ആദ്യം പറയുന്നത് ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് ഇപ്പൊ നമുക്കൊരു ആദ്യം നമ്മളെന്താ സൈനോബാക്ടീരിയ, അതായത് ബ്ലൂ ഗ്രീൻ ആൽഗെ ഒക്കെ എവിടെയാ പ്ലേസ് ചെയ്തത്. അത് സൈനോബാക്ടീരിയ എവിടെയായിരുന്നു ഉണ്ടായിരുന്നത്, നമ്മുടെ പ്ലാന്റിലായിരുന്നു. പിന്നെ ആൽഗയിലേക്ക് നമ്മൾ മാറ്റി. ഓക്കെ, പിന്നെ അതേപോലെ നമുക്ക് മൂന്ന് ക്ലാസിഫിക്കേഷൻ പഠിക്കാനുണ്ട്. ഓക്കെ, ആ മൂന്ന് ക്ലാസിഫിക്കേഷനിൽ ഒന്നാമത്തെ ആർട്ടിഫിഷ്യൽ ക്ലാസിഫിക്കേഷൻ. ഈ ആർട്ടിഫിഷ്യൽ ക്ലാസിഫിക്കേഷൻ കൊണ്ടുവന്നത് ലിനേഴ്സ്. നമ്മൾ ലിനേഴ്സിന്റെ ക്ലാസിഫിക്കേഷൻ ആയിരുന്നു ആർട്ടിഫിഷ്യൽ ക്ലാസിഫിക്കേഷൻ. ഓക്കെ, അപ്പം അത് എന്തിനെ ബേസ് ചെയ്തിട്ടാ ചോദിച്ചു കഴിഞ്ഞാൽ അത് നമ്മൾ ആക്ച്വലി സൂപ്പർഫിഷ്യൽ വെജിറ്റേറ്റീവ്, അതായത് നമുക്ക് കാണാൻ പറ്റുന്ന ക്യാരക്ടേഴ്സ്, അപ്പൊ അതിന്റെ ഹാബിറ്റ്, കളറ്, ലീഫിന്റെ സ്ട്രക്ചർ, അതായത് വെജിറ്റേറ്റീവ് ക്യാരക്ടേഴ്സ് ഒക്കെ നോക്കിയിട്ടായിരുന്നു നമ്മൾ ആർട്ടിഫിഷ്യൽ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ പഠിച്ചത് അല്ലെ. അപ്പൊ അങ്ങനെ വെച്ചിട്ടാണ് ലിനേഴ്സ് അത് ഡിവൈഡ് ചെയ്തത്. ഓക്കെ, അതായത് ഗ്രോസ് സൂപ്പർഫിഷ്യൽ മോർഫോളജിക്കൽ ക്യാരക്ടേഴ്സ്, അത് ഹാബിറ്റ് ഉണ്ട്, കളർ ഉണ്ട്, നമ്പർ, ഷേപ്പ് ഓഫ് ലീഫ്, ഇതിനൊക്കെ ബേസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്തത്, ലിനേഴ്സ് ആർട്ടിഫിഷ്യൽ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ ഉണ്ടാക്കിയത്. ഓക്കെ, അതേപോലെ തന്നെ ഇതൊക്കെ എന്താണ് വെജിറ്റേറ്റീവ് ക്യാരക്ടേഴ്സ് ആണ്, അല്ലെങ്കിൽ ആൻട്രീഷനെ ബേസ് ചെയ്തിട്ട് ആൻട്രീഷൻ സ്ട്രക്ചർ ഒക്കെ ബേസ് ചെയ്തിട്ടാണ് ആർട്ടിഫിഷ്യൽ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ ഉണ്ടാക്കിയത്. അപ്പം അതേപോലെ തന്നെ ചെറിയ ചെറിയ ഡ്രോബാക്സ് ഉണ്ട്, അത് നമ്മൾ ഒഴിവാക്കിയത്. കാരണം വെച്ചാൽ ഇത് നമ്മൾ ഈക്വൽ വെയിറ്റേജ് കൊടുത്തത്. ആര്, നമ്മുടെ ലിനേഴ്സ് ഈക്വൽ വെയിറ്റേജിന് കൊടുത്തു. എന്തിനാ കൊടുത്തത്, വെജിറ്റേറ്റീവ് ക്യാരക്ടേഴ്സും സെക്ഷൽ ക്യാരക്ടേഴ്സും ഈക്വൽ വെയിറ്റേജ് കൊടുത്തു. ഈ വെജിറ്റേറ്റീവ് ക്യാരക്ടേഴ്സ് എന്താ, നമ്മുടെ എൻവിറോൺമെന്റിൽ എന്തെങ്കിലും ഒരു മാറ്റം വന്നാൽ പെട്ടെന്ന് അതിനനുസരിച്ച് ചേഞ്ച് ആവും. ഇപ്പൊ നമുക്ക് കാണാം ലൈറ്റിന്റെ ഒരു അനുസരിച്ചിട്ട് നമ്മുടെ പ്ലാന്റ്സ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചായുന്നത് അല്ലേ. സോ അതേപോലെ വെജിറ്റേറ്റീവ് ക്യാരക്ടേഴ്സ് എന്തെങ്കിലും ഒരു എൻവയോൺമെന്റൽ ചേഞ്ചസ് ഉണ്ടാൽ പെട്ടെന്ന് ചേഞ്ച് ആവും. അതിനെ കൊണ്ട് എന്താണ്, അതൊരു ഡ്രോബാക്ക്. സെക്ഷൽ ക്യാരക്ടേഴ്സും വെജിറ്റേറ്റീവ് ക്യാരക്ടേഴ്സും ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുത്തത് അതൊരു എന്താണ് ഡ്രോബാക്ക് ആയി മാറി. അതേപോലെ തന്നെ വളരെ അടുത്ത് നിൽക്കുന്ന സ്പീഷീസിനെ വേറെ വേറെ ഗ്രൂപ്പിലാക്കിയത് എന്താണ്, അത് ഒരു ഡ്രോബാക്ക് ആയി മാറിപ്പോയി. സെപ്പറേറ്റഡ് ക്ലോസ്ലി റിലേറ്റഡ് സ്പീഷീസ്, അപ്പം അവരുടെ ചെറിയ ചെറിയ ക്യാരക്ടേഴ്സിനെ ബേസ് ചെയ്തിട്ട് അവരെ അടുത്ത് നിൽക്കുന്ന ക്യാരക്ടർ സ്പീഷീസിനെ വേറെ വേറെ ആക്കി, അതൊരു ഡ്രോബാക്ക് ആയി. ഈ രണ്ട് ഡ്രോബാക്സ് ആയിരുന്നു മെയിൻ ആയിട്ട് നമുക്ക് പറയുന്നത്. ഓക്കെ, അതാണ് ആർട്ടിഫിഷ്യൽ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ. അപ്പം ആർട്ടിഫിഷ്യൽ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ കണ്ടെത്തിയത് അല്ലെങ്കിൽ കണ്ടുപിടിച്ചത് അല്ലെങ്കിൽ ഉണ്ടാക്കിയത് ആരാണ്, കാർൽ ലിനേഴ്സ് ആണ്. അത് എന്തായിരുന്നു പറയുന്നത്, അത് എന്തിനെ ബേസ് ചെയ്തിട്ടാ, നമ്മുടെ സൂപ്പർഫിഷ്യൽ മോർഫോളജി ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ വെജിറ്റേറ്റീവ് ക്യാരക്ടേഴ്സിനെ ബേസ് ചെയ്തിട്ടാണ്. ഏതൊക്കെയാണ് വെജിറ്റേറ്റീവ് ക്യാരക്ടേഴ്സ്, ഹാബിറ്റ്, കളർ, നമ്പർ, ഷേപ്പ് ഓഫ് ലീഫ്, ഇതിനൊക്കെ ബേസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ആൻട്രീഷ്യസിന്റെ സ്ട്രക്ചറിനെ ബേസ് ചെയ്തിട്ടായിരുന്നു നമ്മുടെ ലിനേഴ്സ് ഉണ്ടാക്കിയത്. അപ്പൊ അതിന് ഡ്രോബാക്സ് എന്തൊക്കെയാ, ക്ലോസ്ലി റിലേറ്റഡ് ആയ സ്പീഷീസിനെ സെപ്പറേറ്റ് ചെയ്തു. അതേപോലെ തന്നെ നമ്മുടെ വെജിറ്റേറ്റീവ് ക്യാരക്ടേഴ്സിനും സെക്ഷൽ ക്യാരക്ടേഴ്സിനും ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുത്തു. വെജിറ്റേറ്റീവ് ക്യാരക്ടേഴ്സ് എന്താ, എന്തെങ്കിലും എൻവയോൺമെന്റൽ ചേഞ്ച് അപ്പൊ തന്നെ അതിന് ചേഞ്ചസ് സംഭവിക്കുന്നുണ്ടാവും. അതിനുശേഷം എന്താണ് നാച്ചുറൽ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ. നാച്ചുറൽ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ അത് ഡെവലപ്പ് ചെയ്തു ബെന്തം, ഹുക്കർ ആൻഡ് ജോസഫ് ഡാൾട്ടൺ. ഇപ്പൊ ബെന്തം ആൻഡ് ഹുക്കർ എന്ന് പറയും, ജോർജ് ബെന്തം എന്ന് പറഞ്ഞ ആളും അതേപോലെ തന്നെ ജോസഫ് ഡാൾട്ടൺ എന്ന് പറഞ്ഞ ആളും കൂടിയാണ് അത് പ്രപ്പോസ് ചെയ്തത്. അപ്പൊ അതിലെന്താ വെച്ചാൽ നാച്ചുറൽ എഫിനിറ്റീസിനെ ബേസ് ചെയ്തിട്ടായിരുന്നു അത് ഉണ്ടാക്കിയത്. അപ്പൊ അതിൽ തന്നെ ഇന്റേണൽ ക്യാരക്ടേഴ്സും അതേപോലെ തന്നെ എക്സ്റ്റേണൽ ക്യാരക്ടേഴ്സും അതിൽ കൺസിഡർ ചെയ്തിട്ടുണ്ട്. അപ്പം ഇന്റേണൽ ക്യാരക്ടേഴ്സ് ആയ അനാറ്റമി, അതേപോലെ എംബ്രിയോളജി, പിന്നെ ഫൈറ്റോകെമിസ്ട്രി എന്നിവയൊക്കെ ചേർത്തിട്ടാണ് നമ്മുടെ നാച്ചുറൽ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ ഉണ്ടാക്കിയത്. അപ്പം നാച്ചുറൽ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ കണ്ടെത്തിയതാരാണ് അല്ലെങ്കിൽ ഉണ്ടാക്കിയതാരാണ്, ജോർജ് ബെന്തം ആൻഡ് ജോസഫ് ഡാൾട്ടൺ ഹുക്കർ. ഇത് ചേർന്നിട്ടാണ് പ്രപ്പോസ് ചെയ്തത്. അതിൽ നാച്ചുറൽ എഫിനിറ്റീസ്, അതായത് നമ്മുടെ എക്സ്റ്റേണൽ ക്യാരക്ടേഴ്സും അതേപോലെ തന്നെ ഇന്റേണൽ ക്യാരക്ടേഴ്സിന്റെ സ്റ്റഡി നടത്തിയിട്ട് ആണ് ഇവരുണ്ടാക്കിയത്. അതായത് അനാറ്റമി, എംബ്രിയോളജി, അൾട്രാ സ്ട്രക്ചർ ആൻഡ് ഫൈറ്റോകെമിസ്ട്രി. ഓക്കെ, ഇത്രയും സംഭവമൊക്കെ ചേർത്തിട്ടാണ് അവർ ബെന്തം ആൻഡ് ഹുക്കർ നാച്ചുറൽ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ ഉണ്ടാക്കിയത്. ഓക്കെ, ഇനി അടുത്തതാണ് ഇപ്പൊ കറന്റ്ലി നിലവിൽ നിൽക്കുന്ന ഒരു ക്ലാസിഫിക്കേഷൻ ആണ് ഫൈലോജെനറ്റിക് ക്ലാസിഫിക്കേഷൻ.
ഫൈലോജനിക് ക്ലാസിഫിക്കേഷൻ. അത് നമ്മുടെ എവല്യൂഷനൊക്കെ ബേസ് ചെയ്തിട്ട് ഉണ്ടാക്കിയെടുത്ത ഒരു ക്ലാസിഫിക്കേഷൻ. അതിൽ മെയിൻ ആയിട്ട് 3 ക്ലാസിഫിക്കേഷനാണ് വരുന്നത്. ഒന്ന് ന്യൂമറിക്കൽ ടാക്സോണമി, രണ്ടാമത്തത് സൈറ്റോ ടാക്സോണമി, മൂന്നാമത്തത് കീമോ ടാക്സോണമി. ഓക്കെ, അപ്പോൾ എന്താണ് ന്യൂമറിക്കൽ ടാക്സോണമി? നമ്മുടെ കമ്പ്യൂട്ടർ സിസ്റ്റത്തിനൊക്കെ ബേസ് ചെയ്താണ് നടക്കുന്നത്. ഓക്കെ, സോ നമുക്ക് എന്താ നോക്കിയാലോ. അതായത് നമ്മുടെ കമ്പ്യൂട്ടറിനകത്ത് ഒരുപാട് ഡാറ്റാസ് ഒക്കെ നമ്മൾ ഓൾറെഡി ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പൊ നമ്മൾ ഓരോ ക്യാരക്ടേഴ്സിന് ഇന്ന കാര്യങ്ങൾ ഇന്ന കോഡ് വഴി നമ്മൾ കോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്കൊരു പുതിയ പ്ലാന്റ് അല്ലെങ്കിൽ പുതിയൊരു ആനിമേറ്റിന്റെ സമയത്ത് നമ്മൾ ഈ ക്യാരക്ടേഴ്സ് അടിക്കുന്ന സമയത്ത് നമുക്ക് ഇത് ഓൾറെഡി പ്രീവിയസ്ലി ആഡ് ചെയ്ത ക്യാരക്ടറാണെന്ന് മനസ്സിലാവും. അതേപോലെ തന്നെ ഒരേ സമയം 100 ക്യാരക്ടേഴ്സ് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇപ്പൊ ന്യൂമറിക്കൽ ടാക്സ് എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടർ ബേസ് ചെയ്ത സംഭവമാണ്. ഒബ്സർവബിൾ ക്യാരക്ടേഴ്സ് ഒക്കെ നമ്മൾ ഓൾറെഡി ചെയ്തു. ഇപ്പൊ നമ്പേഴ്സ് കോഡ്സ് ഒക്കെ യൂസ് ചെയ്തിട്ട് നമ്മൾ ഓരോ ക്യാരക്ടേഴ്സിനെ അസൈൻ ചെയ്തു. ഇന്ന കോഡ് ഇന്ന ക്യാരക്ടേഴ്സിനാണ് അതുള്ളത്. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, പ്രോസസ് ചെയ്ത് വെക്കുന്നുണ്ടാവും. അപ്പൊ നമ്മളൊരു പുതിയ ഒരു ആനിമലിനെ അല്ലെങ്കിൽ ഒരു പ്ലാന്റ് കിട്ടാൻ ആ ക്യാരക്ടർ അടിക്കുന്ന സമയത്ത് ഓൾറെഡി നമുക്ക് വിസിബിൾ ആയിട്ട് കാണാൻ പറ്റും. അതേപോലെ തന്നെ ഒരേ സമയം 100 ക്യാരക്ടേഴ്സ് നമുക്ക് എന്ത് ചെയ്യാം, കൺസിഡർ ചെയ്യുക, അതായത് കമ്പയർ ചെയ്യാം. ഇന്ന ക്യാരക്ടേഴ്സ് ഒക്കെ ഇവിടെ ഉണ്ടല്ലോ നമുക്ക് മനസ്സിലാക്കാം. ഇനി അടുത്തതാണ് സൈറ്റോ ടാക്സോണമി. സൈറ്റോ ടാക്സോണമി എന്ന് പറഞ്ഞാൽ സൈറ്റോ എന്ന് പറഞ്ഞാൽ നമ്മുടെ സെല്ല്. ഇപ്പൊ സെല്ലിനെ പറ്റി, സെല്ല് പറയുന്നത് എന്താ, അതിൽ ക്രോമസോം കറക്റ്റ് ചെയ്തിട്ടുണ്ടല്ലോ. അപ്പം ഈ ക്രോമസോമിന്റെ നമ്പർ അല്ലെങ്കിൽ അതിന്റെ സ്ട്രക്ചർ, സെല്ലുലാർ ബിഹേവിയർ ഒക്കെയാണ് അവിടെ പഠിക്കുന്നത്, സൈറ്റോ ടാക്സോണമി പഠിക്കുന്നത്. അപ്പം സൈറ്റോളജിക്കൽ ഇൻഫർമേഷൻ ആണ് സൈറ്റോ ടാക്സോണമി പഠിക്കുന്നത്. ക്രോമസോമിന്റെ നമ്പർ, സ്ട്രക്ചർ, ബിഹേവിയർ, അതൊക്കെയാണ് സൈറ്റോ ടാക്സോണമി. ഇനി അടുത്താണ് കീമോ ടാക്സോണമി. കീമോ മീൻസ് കെമിക്കൽ ആണ്. അപ്പൊ അതിലെന്തൊക്കെയാണുള്ളത്, നമ്മുടെ ഇപ്പോൾ ഓരോ പ്ലാന്റ് റിസോർട്ട് കൺഫ്യൂഷൻസ്, ഒരു കെമിക്കൽ കോൺസ്റ്റിറ്റ്യൂൻസ് ഒക്കെ ഉണ്ടാക്കി ഒരു പ്ലാന്റ്സിന്റെ കോൺഫ്യൂഷൻസ് ഒക്കെ മാറ്റി ഒരു ടാക്സോണമി സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, സോ കെമിക്കൽസ് ഒക്കെ യൂസ് ചെയ്തിട്ട് അതിന്റെ ഓരോ കോൺസ്റ്റിറ്റ്യൂൻസ് ഉണ്ടാക്കാനായിരിക്കും ചെയ്യുന്നത്. അപ്പൊ നമുക്കിപ്പോൾ ഓരോ എന്താ പറയുക, ചെറിയ ചെറിയ ഡിഫക്ട്സ് ഉണ്ടെങ്കിൽ നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ആൽഗെ എന്ന് പറഞ്ഞാൽ ആൽഗെ ഒരു ക്ലോറോഫിൽ ബെയറിംഗ് ആണ്. അപ്പം ഈ ക്ലോറോഫില് ആർക്കുള്ളത് പ്ലാന്റ്സിനുണ്ട്. അപ്പം അതേപോലെ തന്നെ നമുക്കപ്പോൾ ഇവരെന്തായിരിക്കും, ഇവർ ഓട്ടോട്രോഫിക് ആയിരിക്കും. ഇപ്പൊ ക്ലോറോഫില് കണ്ടത് എന്താണ്, ഇവർ ഓട്ടോട്രോഫിക് ആണ്. അപ്പം ഈ ആൽഗെ സിമ്പിൾ ആണ്, ടാലഡ് ആണ്. ഇവിടെ ഉദ്ദേശം ടാലഡ് എന്ന് പറഞ്ഞാൽ എന്താ, ഇവർക്ക് കൃത്യമായിട്ടൊരു ലീഫില്ല, അതേപോലെ സ്റ്റെമ്മില്ല, റൂട്ടില്ല. നോട്ട് ട്രൂ റൂട്ട്, അതേപോലെ നോട്ട് ട്രൂ സ്റ്റെം. ഓക്കെ, അപ്പൊ ഇവർക്ക് ട്രൂ റൂട്ടില്ല, ട്രൂ സ്റ്റെമ്മില്ല, ട്രൂ ലീഫില്ല. ഓക്കെ, നോ ട്രൂ റൂട്ട്, സ്റ്റെമ്മ്, അതേപോലെ തന്നെ ലീഫ് ആർക്കില്ല, നമ്മുടെ ആൽഗേക്കിലൊക്കെ റൂട്ട് ലൈക്ക് സ്ട്രക്ചർ അല്ലെങ്കിൽ സ്റ്റെം ലൈക്ക് സ്ട്രക്ചർ അല്ലെങ്കിൽ ലീഫ് ലൈക്ക് സ്ട്രക്ചർ ഒക്കെയാണ് ആർക്കുള്ളത്, നമ്മുടെ ആൽഗേക്കുള്ളത്. ഓക്കെ, അതേപോലെ തന്നെ ഇവർ മെയിൻ ആയിട്ട് നമ്മുടെ എക്വാട്ടിക്കൽ കാണപ്പെടും. അതുപോലെ ഫ്രഷ് വാട്ടറിലുണ്ട്, മെറൈനിലുണ്ട്. ഓക്കെ, അതേപോലെ തന്നെ ഇവരെ ഹാബിറ്റാറ്റ്സ് എന്ന് പറഞ്ഞാൽ മോയിസ്റ്റ് സ്റ്റോണിൽ കാണാം, സോയിൽസിൽ കാണാം, വുഡിൽ കാണാം. അതേപോലെ തന്നെ നമ്മൾ ലൈക്കൻ നമ്മളിവിടെ പഠിച്ചിട്ടുണ്ട്, ബയോളജി ക്ലാസിഫിക്കേഷനിൽ പഠിച്ചിട്ടുണ്ട്. അതായത് ലൈക്കൻ എന്ന് പറഞ്ഞാൽ ആൽഗയും ഫംഗൽസും കൂടെ ചേർന്നാണ് ലൈക്കൻ എന്ന് പറഞ്ഞത്. അതേപോലെ ആനിമൽസ് നമുക്ക് സ്ലോത്ത് ബിയറിന്റെ മുകളിൽ കാണാം. ഓക്കെ, സോ ആൽഗെ എന്ന് പറഞ്ഞാൽ എന്താ, ക്ലോറോഫിൽ ആൾക്കാരാണ്. അവർ സിമ്പിൾ ടാലോയിഡ്സ് ഒക്കെ, അതായത് സോ നോട്ട് ട്രൂ റൂട്ട്, നോ ട്രൂ ലീഫ്, നോ ട്രൂ സ്റ്റെം, അതായത് ഒറിജിനൽ സ്റ്റെം ഇല്ല, ഒറിജിനൽ റൂട്ട് ഇല്ല, ഒറിജിനൽ ലീഫ് ഇല്ല, ഒക്കെ ലീഫ് ലൈക്ക് സ്ട്രക്ചർ അല്ലെങ്കിൽ സ്റ്റെം ലൈക്ക് സ്ട്രക്ചർ അല്ലെങ്കിൽ റൂട്ട് ലൈക്ക് സ്ട്രക്ചർ മാത്രമേ ഇവർക്കുള്ളൂ. ഓക്കെ, ഇവർ ഫ്രഷ് വാട്ടറിൽ കാണപ്പെടുന്നുണ്ട്, മെറൈനിലും കാണപ്പെടുന്നത് ലാർജ്ലി എക്വാട്ടിക് ഓർഗാനിസംസ് ആണ്. ഓക്കെ, ഇവർ മോയിസ്റ്റ് സ്റ്റോണിൽ കാണുന്നുണ്ട്, സോയിൽസിൽ കാണുന്നുണ്ട്, വുഡിൽ കാണുന്നുണ്ട്. അതേപോലെ ലൈക്കൻ, അതേപോലെ സ്ലോത്ത് ബിയർ ഒക്കെ പറഞ്ഞിട്ട് ഇത് കാണുന്നുണ്ട്. ഓക്കെ, ഇവരുടെ സൈസ് നോക്കുകയാണെങ്കിൽ ഹൈലി വേരിയബിൾ. ആൽഗേന്റെ സൈസ് എന്താ, ഹൈലി വേരിയബിൾ. അതായത് ചെറിയ കോളനി ഫോം മുതൽ ലാർജ് ആയ കെൽപ്സിലേക്ക് കാണാൻ കഴിയും. ഇപ്പോൾ കോളനി ഫോമിന്റെ ഒരു എക്സാമ്പിൾ ആണ് വോൾവോക്സ്. അതേപോലെ ഫിലമെന്റസ് ഫോമിന്റെ എക്സാമ്പിൾ ആണ് യൂളോട്രിക്സ്, സ്പൈറോഗൈറ. അതേപോലെ വലിയ ഒരു 100 മീറ്ററോളം ഉയരത്തിൽ വളരുന്ന ഒരു പ്ലാന്റ് ആണ് കെൽപ്സ്. ഓക്കെ, ഒരു മെസീവ് പ്ലാന്റ് ബോർഡ്, ഭയങ്കര ഹൈറ്റിൽ അവർ വളരുന്നുണ്ടാവും.
ഓക്കെ, അപ്പം ഈ നമ്മുടെ വോൾവോക്സ് ആണിത്, വോൾവോക്സിന്റെ കോളനി ഫോം. അപ്പം ഇതാണ് ഇതിലുള്ള കാണുന്ന സ്ട്രക്ചർ ആണ് എന്ത്, ഡോട്ടർ കോളനി. അതേപോലെ ഇതാണ് പുറമെ കാണാനാണ് പാരന്റ് കോളനി. ഈ ഡോട്ടർ കോളനി നമ്മൾ സീനോബിയം എന്ന് വിളിക്കും. ഓക്കെ, സീനോബിയം. ഓക്കെ, ഇനി ആൽഗേന്റെ റീപ്രൊഡക്ഷൻ സ്ട്രക്ചറിനെ പോലെ റീപ്രൊഡ്യൂസ് ചെയ്യുന്ന 3 ടൈപ്പ്: വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ ഉണ്ട്, സെക്ഷൽ ഉണ്ട്, അസെക്ഷൽ മെത്തേഡ്സ് ഉണ്ട്. ഓക്കെ, അപ്പൊ വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ നോക്കുകയാണെങ്കിൽ ഫ്രാഗ്മെന്റേഷൻ വരും. ഫ്രാഗ്മെന്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, ഓരോ ഫ്രാഗ്മെന്റിലും പുതിയ പുതിയ ഓർഗാനിസംസ് ഉണ്ടാവും. അപ്പൊ നമ്മൾ എടുക്കുകയാണെങ്കിൽ ഓരോന്നും എന്താ, പുതിയ പുതിയ ഓർഗാനിസം. അതാണ് ഫ്രാഗ്മെന്റേഷൻ. ഓരോ ഫ്രാഗ്മെന്റിലും പുതിയ പുതിയ ഓർഗാനിസം ഡെവലപ്പ് ചെയ്യും. ഇനി നമ്മൾ എസെക്ഷൽ റീപ്രൊഡക്ഷൻ നോക്കുകയാണെങ്കിൽ നമുക്ക് എന്താണ്, സൂസ്പുറ എന്ന അവർക്ക് എന്താ, ഫ്ലജെല്ല എന്തായിരിക്കും, അവർ മോട്ടയിലായിരിക്കും. ഓക്കെ, അപ്പം ഈ ജേർമിനേഷൻ പുതിയ പ്ലാന്റ് ആയിട്ട് അവർ മാറുന്നുണ്ട്. ഇനി അടുത്ത സെക്ഷൽ റീപ്രൊഡക്ഷൻ ആണെങ്കിൽ അവർ 3 ടൈപ്പ് ഉണ്ട്. ഓക്കെ, ഐസോഗാമസ്, അനൈസോഗാമസ്, യൂഗാമസ്. ഓക്കെ, സോ ഈ ഐസോഗാമസ് എന്ന് പറഞ്ഞാൽ തന്നെ അവർ 2 ടൈപ്പിലുണ്ട്. ഐസോഗാമസ് ഇപ്പം ഐസോഗാമസ് പറഞ്ഞാൽ എന്താ, സിമിലർ ആയ സൈസും ഷേപ്പുള്ള ആൾക്കാർ, സിമിലർ സൈസ് അതേപോലെ തന്നെ ഷേപ്പ് ഒക്കെ ഉള്ള ആൾക്കാരാണ് ഐസോഗാമസ്. അപ്പം ഇതിൽ 2 ടൈപ്പ് ഉണ്ട്. ഒന്ന് മോട്ടൈലായ ആൾക്കാർ, ഓക്കെ, രണ്ടാമത്തത് നോൺ മോട്ടൈൽ ആയിട്ടുള്ള ആൾക്കാർ. ഓക്കെ, ഇതിൽ മോട്ടൈലായ ആൾക്കാരാണ് എന്ത്, അതിന്റെ എക്സാമ്പിൾ ആണ് യൂളോത്രിക്സ്. ഓക്കെ, യൂളോത്രിക്സ്. അതേപോലെ നോൺ മോട്ടൈൽ ആയ ആൾക്കാരുടെ എക്സാമ്പിൾ ആണ് സ്പൈറോഗൈറ. സോ ഐസോഗാമസിൽ സിമിലർ ഷേപ്പും ഉണ്ട് സൈസും ഉണ്ട്. അതിൽ നമുക്ക് 2 ആൾക്കാരുണ്ട്, മോട്ടൈലായ ആൾക്കാരും ഉണ്ട്, നോൺ മോട്ടൈലും ഉണ്ട്. മോട്ടൈലിന്റെ എക്സാമ്പിൾ ആണ് യൂളോത്രിക്സ്, നോൺ മോട്ടൈലിന്റെ എക്സാമ്പിൾ ആണ് സ്പൈറോഗൈറ. ഓക്കെ, സോ സെക്സ്വൽ റീപ്രൊഡക്ഷൻ നോക്കുകയാണെങ്കിൽ ഫ്യൂഷൻ ഓഫ് 2 ഗാമീറ്റ്സ് ആണ്. നമുക്ക് ഗാമീറ്റ്സ് എന്താണ്, ഫ്ലജെല്ല, അതായത് മോട്ടൈലായ ആൾക്കാരാണ്. അതെന്താ, ഇതിന്റെ എക്സാമ്പിൾ ആണ് യൂളോത്രിക്സ്. ആൻഡ് നോൺ ഫ്ലജെല്ലേറ്റഡ്, അതായത് നോൺ മോട്ടൈൽ, അവരും എന്താ, അതിന്റെ എക്സാമ്പിൾ ആണ് സ്പൈറോഗൈറ. ഈ സിമിലർ ഇൻ സൈസ് ആൻഡ് സിമിലർ ഇൻ ഷേപ്പ്, ഓക്കെ, അതാണ് എന്ത്, നമ്മൾ ഐസോഗാമസ് എന്ന് പറഞ്ഞത്. ഓക്കെ, അപ്പം നോൺ മോട്ടൈലിലും അവരെ സൈസും ഷേപ്പും ഒക്കെ സിമിലർ ആണ്. അതിന്റെ എന്ത് മാത്രമേ മാറുന്നുള്ളൂ, ഒന്ന് മോട്ടൈലാണ്, ഒന്ന് നോൺ മോട്ടൈലാണ്. അതായത് ഒന്നിന് ചലിക്കാൻ പറ്റും, ഒന്നിന് ചലിക്കാൻ പറ്റത്തില്ല. അവരുടെ സൈസും ഷേപ്പും ഒക്കെ സിമിലർ ആണ്, അത് ചലിക്കാൻ പറ്റും. മോട്ടൈലിന്റെ എക്സാമ്പിൾ ആണ് യൂളോത്രിക്സ്, നോൺ മോട്ടൈലിന്റെ ആണ് സ്പൈറോഗൈറ. അടുത്തതാണ് അനൈസോഗാമസ്. ഇപ്പൊ ഐസോഗാമസ് എന്ന് പറഞ്ഞാൽ എന്താ, സിമിലർ സൈസ്. അതെ, ഇവിടെ എന്തായിരിക്കും, ഡിസിമിലർ സൈസ് ആയിരിക്കും. ഡിസിമിലർ സൈസ് ആയിരിക്കും ആർക്കുണ്ടാവുക, അനൈസോഗാമസ്. അപ്പൊ അതിൽ ഒരാൾ എന്തായിരിക്കും, ഒരാൾ ചെറുതായിരിക്കും ഉണ്ടാവുക, ഒരാൾ വലുതും ഒരാൾ ചെറുതായിരിക്കും. അതിന്റെ എക്സാമ്പിൾ ആണ് യൂഡോറിന. ഓക്കെ, സോ അനൈസോഗാമസ് എന്ന് പറഞ്ഞാൽ എന്താ, ഫ്യൂഷൻ ഓഫ് 2 ഗാമീറ്റ്സ്, 2 dissimilar, okay, 2 dissimilar in size, 2 gametes dissimilar in size. ഓക്കെ, അതാണ് എന്ത്, നമ്മുടെ അനൈസോഗാമസ്. അതിന്റെ എക്സാമ്പിൾ എന്താണ്, എക്സാമ്പിൾ എന്താ, യൂഡോറിന. അനൈസോഗാമസിന്റെ എക്സാമ്പിൾ ആണ് എന്ത്, യൂഡോറിന. ഓക്കെ, സോ ഇനി അതേപോലെയാണ് അടുത്താണ് ഊഗാമസ്. ഓക്കെ, ഊഗാമസ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മുടെ ഫീമെയിലിന്റെ അകത്ത് ഫീമെയിൽ ബോഡി സ്റ്റാറ്റിക് ആയിരിക്കും. ഊഗാമസ് നമ്മുടെ ഫീമെയിൽ അത് സ്റ്റാറ്റിക് എന്ന് പറഞ്ഞാൽ എന്താ, നോൺ മോട്ടൈലാണ്. ഓക്കെ, നോൺ മോട്ടൈലാണ്. അതേപോലെ ഫീമെയിൽ എന്താ, ലാർജ് ആണ്. മെയിൽ നോക്കുകയാണെങ്കിൽ എന്താണ്, മെയിൽ മോട്ടൈലാണ്, അതേപോലെ തന്നെ സ്മോൾ ആയിരിക്കും. ഓക്കെ, സോ ഈ മെയിൽ ഇങ്ങോട്ട് നീങ്ങിയിട്ടായിരിക്കും അവിടെ നമ്മുടെ ഗാമേറ്റ്സിന്റെ ഫ്യൂഷൻ നടക്കുന്നുണ്ടാവുക. ഓക്കെ,
സോ ഊഗാമസ് എന്ന് പറഞ്ഞാൽ ഒരു ലാർജ് ആയിട്ട് ഒരു ഗാമേറ്റ് ഉണ്ടാവും, ഫീമെയിൽ ഗാമേറ്റ്. അതേപോലെ അവരെന്താ നോൺ മോട്ടൈൽ സ്റ്റാറ്റിക് ആയിരിക്കും. അതേപോലെ സ്മോളർ ആയിട്ടൊരു മെയിൽ ഗാമേറ്റ് ഉണ്ടാവും, അവരാണ് മൂവ് ചെയ്യുന്നുണ്ടാവുക. അത് എങ്ങോട്ട് പോകും? ഫീമെയിൽ ഗാമേറ്റ് അടുത്തേക്ക് പോകുന്നുണ്ടാവും. ഫീമെയിൽ ഗാമേറ്റ് എന്താ സ്റ്റാറ്റിക് ആണ്, ലാർജ് ആണ്. മെയിൽ ഗാമേറ്റ് സ്മോൾ ആണ്, അതേപോലെ മോട്ടൈൽ ആണ്, ചലിക്കാൻ പറ്റും. അതിന്റെ എക്സാമ്പിൾ ആണ് വോൾവോക്സ് ആൻഡ് ഫ്യൂക്കസ്. ഓക്കെ, സോ ഇപ്പൊ നമ്മുടെ ആൽഗ എന്ന് പറഞ്ഞാൽ ആൽഗ ക്ലോറോഫിൽ ഉണ്ട്, അതേപോലെ സിമ്പിൾ പാരഡ് ആണ്, അതായത് ട്രൂ റൂട്ടില്ല, ട്രൂ സ്റ്റെമ്മില്ല, ട്രൂ ലീഫില്ല. ഒക്കെ റൂട്ട് ലൈക്ക്, സ്റ്റെം ലൈക്ക്, ലീഫ് ലൈക്ക് സ്ട്രക്ചേഴ്സ് മാത്രമേ ഉള്ളൂ. അതേപോലെ എക്വാട്ടിക്കിലാണ് തോനെ കാണുന്നത്, ഫ്രഷ് വാട്ടറിലുണ്ട്, മെറൈനിലുണ്ട്. അതേപോലെ തന്നെ ഇവരെ ഹാബിറ്റാറ്റ് പറഞ്ഞ മോയ്സ്റ്റ് സ്റ്റോണിൽ, സോയിൽസിൽ, വുഡിലൊക്കെ കാണാം. അതേപോലെ ലൈക്കൻ, അതേപോലെ സ്ലോർബി എന്ന് പറഞ്ഞാൽ സംഭവമൊക്കെ അവർക്ക് ഉണ്ടാകുന്നു. ലൈക്കൻ എന്ന് പറഞ്ഞാൽ ലൈക്കൻ അസോസിയേഷൻ എന്ന് പറഞ്ഞാൽ ഫംഗയും ആൽഗയാണ്. അതേപോലെ ആനിമൽസിന്റെ സ്ലോർബിയറിന് മുകളിലൊക്കെ ഈ ആൽഗ നമുക്ക് കാണപ്പെടുന്നുണ്ട്. ഓക്കെ, സോ അതേപോലെ ഒരു ചെറിയ സ്ട്രക്ചറായ കോളനി ഫോം മുതൽ ഭയങ്കര ലാർജായ കെൽപ്സ് വരെ അവർ ഉണ്ടാവുന്നുണ്ട്. അതേപോലെ ഒരു റീപ്രൊഡക്ഷൻ ടൈപ്പ് ഉണ്ട്, വെജിറ്റേറ്റീവ് ഉണ്ട്, സെക്ഷർ ഉണ്ട്, എസെക്ഷർ ഉണ്ട്. വെജിറ്റേറ്റീവിന്റെ എക്സാമ്പിൾ ആണ് ഫ്രാഗ്മെന്റേഷൻ. ഓരോ ഫ്രാഗ്മെന്റിലും പുതിയ പുതിയ ഇൻഡിവിജ്വൽസ് ഉണ്ടാവുന്നതാണ് ഫ്രാഗ്മെന്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതേപോലെ അസെക്ഷൽ റീപ്രൊഡക്ഷൻ വരുന്നതാണ് സൂസ്പോർ. അത് അവർ മോട്ടലായിരിക്കും, ഫ്ലജെല്ല ഉണ്ടാവും. ഓക്കെ, അതിൽ നിന്നാണ് അവർ പുതിയ പുതിയ ഓർഗാനിസം ഉണ്ടാക്കുന്നത്. നേരത്തെ സെക്ഷൽ റീപ്രൊഡക്ഷനിൽ അത് 3 ടൈപ്പ് ഉണ്ട്: ഐസോഗാമസ്, ആനൈസോഗാമസ് ആൻഡ് യൂഗാമസ്. ഐസോഗാമസ് എന്ന് പറഞ്ഞാൽ അവരുടെ സൈസ് സിമിലർ ആയിരിക്കും. അതിൽ 2 പേരുണ്ട്, ഫ്ലജെല്ല ഉള്ളതുകൊണ്ട് ഫ്ലജെല്ല ഇല്ലാത്തതുകൊണ്ട്. ഫ്ലജെല്ല ഉള്ളത് ആണെങ്കിൽ എന്തായിരിക്കും? അവർ മോട്ടലായിരിക്കും. ഫ്ലജെല്ല ഇല്ലാത്തതാണെങ്കിൽ നോൺ മോട്ടലായിരിക്കും. ഫ്ലജെല്ല ഉള്ളതിന്റെ എക്സാമ്പിൾ ആണ് യൂളോട്രിക്സ്. ഫ്ലജെല്ല ഇല്ലാത്തതിന്റെ എക്സാമ്പിൾ ആണ് ആര്? നമ്മുടെ സ്പൈറോഗേര. അതായത് സ്പൈറോഗേര നോൺ മോട്ടൈലാണ്, യൂളോട്രിക്സ് മോട്ടൈലാണ്. ഇനി ആനൈസോഗാമസ് ആണ് 2 ഡിസിമിലർ സൈസിലുള്ള ഗാമേറ്റ്സിലുള്ള ഫ്യൂഷൻ ആണ് നമ്മൾ ആനൈസോഗാമസ് എന്ന് പറയുക. അതിന്റെ എക്സാമ്പിൾ ആണ് യൂഡോറിന. അതേപോലെ തന്നെ ഊഗാമസിന്റെ എക്സാമ്പിൾ വോൾവോക്സ്, ഫ്യൂക്കസ്. ഊഗാമസ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ ഫീമെയിൽ ഗാമേറ്റ് നോൺ മോട്ടൈൽ ആയിരിക്കും, അതേപോലെ ലാർജ് ആയിരിക്കും. മെയിൽ ഗാമേറ്റ് മോട്ടൈലാണ്, അതേപോലെ തന്നെ സ്മോൾ ആയിരിക്കും. ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് നമ്മുടെ ആൽഗയുടെ എക്കണോമിക് ഇമ്പോർട്ടൻസ് കാര്യങ്ങളൊക്കെ പറയുന്നത്. ഓക്കെ, സോ ആൽഗയ്ക്ക് ഒരുപാട് എക്കണോമിക് ഇമ്പോർട്ടൻസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതിൽ നമ്മുടെ ഇപ്പം ഈ ഭൂമിന്റെ ഒരു കാർബൺ ഡയോക്സൈഡ് ഫിക്സ് ചെയ്ത് നോക്കാൻ, അതിൽ പകുതിയോളം, നമ്മുടെ ഭൂമിയിലെ പകുതിയോളം കാർബൺ ഡയോക്സൈഡിനെ ഫിക്സ് ചെയ്യുന്ന ആരാണ്? ആൽഗയാണ് നമ്മുടെ ഭൂമിയിലുള്ള നമ്മുടെ പകുതിയോളം കാർബൺ ഡയോക്സൈഡിനെ ഫിക്സ് ചെയ്യുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഇവരാണ് നമ്മുടെ ഓക്സിജന്റെ ഡിസോൾഡ് ഓക്സിജന്റെ ലെവൽ കൂട്ടുന്നൊക്കെ ആരാണ്? ഈ നമ്മുടെ ആൽഗയാണ്. ഓക്കെ, അതേപോലെ തന്നെ ഇത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത് ഒരുപാട് ഇമ്പോർട്ടൻസ് നമുക്ക് വരുന്നുണ്ട്. ഇവരെന്താ പ്രൈമറി പ്രൊഡ്യൂസേഴ്സ് ആണ്. അതിൽ തന്നെ നമുക്ക് നോക്കുകയാണെങ്കിൽ ഈ പോറിഫറ, ലാമിനേറിയ, സർഗാസ് എന്ന് പറഞ്ഞ ഒരു സ്പീഷീസ് ഒക്കെ ഉണ്ട്. അവരൊക്കെ എന്താ ഒരു ഫുഡായിട്ട് നമ്മൾ കഴിക്കുന്നത്. പോറിഫറ, ലാമിനേറിയ, സർഗാസ്. അതേപോലെ ഇവരൊക്കെ എന്താ ഒരു 70 മെറൈൻ സ്പീഷീസ് ഇവരൊക്കെ നമ്മൾ ഫുഡായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ആൽജിൻ എന്ന് പറഞ്ഞ ഒരു സാധനം കാണാം, ആൽജിൻ. അതേപോലെ കെരാജിൻ. അപ്പം ഇവരൊക്കെ എന്താ വെച്ചാൽ വാട്ടർ ഹോൾഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി വരുന്നുണ്ട്. അതായത് ഹൈഡ്രോക്ലോയിഡ്സ് ഉണ്ട്. ഹൈഡ്രോക്ലോയിഡ്സ് പറഞ്ഞാൽ വാട്ടർ ഹോൾഡിങ് കപ്പാസിറ്റി ആക്കുന്നത്. വാട്ടർ ഹോൾഡ് ചെയ്യുക. അതിന് എക്സാമ്പിൾ ആണ് ആൽജിൻ. അത് ബ്രൗൺ ആൽഗിനാണ് ഉണ്ടാക്കുന്നത്. അതേപോലെ തന്നെ റെഡ് ആൽഗിൻ ഉണ്ടാക്കുന്ന കോമ്പൗണ്ടാണ് കെരാജിൻ. അതേപോലെ തന്നെ ഇവർ നമ്മൾ കൊമേഴ്ഷ്യൽ നമുക്ക് ഭയങ്കര യൂസ്ഫുൾ ആയ പ്രൊഡക്റ്റ് ആണ് അഗർ എന്ന് പറയുന്ന സബ്സ്റ്റൻസ്. ഓക്കെ, അത് നമ്മൾ ജലീഡിയത്തിനും ഗ്രാസിലേറിയനും ഒക്കെ ഒപ്റ്റെയിൻ ചെയ്യുന്നതാണ്. ഓക്കെ, ഇപ്പം അഗർ എന്ന് പറഞ്ഞ സബ്സ്റ്റൻസ് ജലീഡിയം അല്ലെങ്കിൽ ഗ്രാസിലേറിയം നമ്മൾ ഉണ്ടാക്കുന്ന സാധനമാണ്. അത് നമ്മുടെ മൈക്രോബ്സിന്റെ ഒക്കെ പ്രിപ്പറേഷന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, മൈക്രോബ്സ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം മൈക്രോബയോളജി ലാബിലൊക്കെ നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യും, ഓരോ മൈക്രോബ്സിനെ വളർത്തും. അപ്പൊ അതിൽ പ്രിപ്പറേഷൻ ഒക്കെ ആഡ് ചെയ്യുന്ന സാധനമാണ് അഗർ എന്ന് പറഞ്ഞ സബ്സ്റ്റൻസ്. അതേപോലെ ജെല്ലീസിൽ, ഐസ്ക്രീംസിലൊക്കെ അത് പ്രിപ്പറേഷൻ ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. വേറൊരു സാധനമുണ്ട്, ക്ലോറല്ല എന്ന് പറഞ്ഞ സാധനം. അതൊരു യൂണിസെല്ലുലാർ ആൽഗയാണ്. അവർ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഒരു ഫുഡാണ്. അത് നമുക്ക് എന്തിനാ യൂസ് ചെയ്യുന്ന വെച്ചാൽ സ്പേസ് ട്രാവലേഴ്സിനൊക്കെ നമ്മൾ ഫുഡ് സപ്ലിമെന്റ് ആയിട്ട് നമ്മൾ ഈ ക്ലോറല്ല യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഭയങ്കര പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഒരു ഫുഡാണ്. ഓക്കെ,
ഈ ആൽഗ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ക്ലോറോഫൈസിയെ, തിയോഫൈസിയെ, റോഡോഫൈസി. ഇപ്പൊ ആൽഗേന്റെ എക്കണോമിക് ഇമ്പോർട്ടൻസ് എന്താ? നമ്മുടെ ഭൂമിയിലുള്ള പകുതിയോളം കാർബണിനെ ഫിക്സ് ചെയ്യുന്ന ആരാണ്? ആൽഗയാണ്. അതേപോലെ തന്നെ നമ്മുടെ എൻവയോൺമെന്റിൽ നമ്മുടെ ഡിസോൾഡ് ഓക്സിജന്റെ അളവ് കൂട്ടുന്നത് ആരാണ്? ആൽഗയാണ്. ഇവിടെ നമ്മൾ ഒരു 70 മെറൈൻ സ്പീഷീസ് ഓഫ് ആൽഗ നമ്മൾ എഡിബിൾ ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഒരു എക്സാമ്പിൾസ് ആണ് പോറിഫെറ, ലാമിനേറിയ, സർഗാസം. ഓക്കെ, അത് സ്പെഷ്യൽ എന്ന് ഓർത്ത് വെച്ചാണ്. SPE, സർഗാസം, പോറിഫെറ, ലാമിനേറിയ. ഓക്കെ, അതേപോലെ ഇവർക്ക് വാട്ടർ ഹോൾഡ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ട്. അത് നമുക്ക് ബ്രൗൺ ആൽഗിന് കിട്ടുന്ന സബ്സ്റ്റൻസ് ആണ് ആൽജിൻ. അതേപോലെ റെഡ് ആൽഗിന് കിട്ടുന്ന സബ്സ്റ്റൻസ് ആണ് കെരാജിൻ. അതേപോലെ തന്നെ ഇവർ കമേഴ്ഷ്യലി നമുക്ക് യൂസ്ഫുൾ ആയ പ്രൊഡക്റ്റ് ആണ് അഗർ. അത് എവിടുന്ന് ഉണ്ടാക്കുന്നത്? ജെലീഡിയത്തിനും ടാസിലേരും. അവരുടെ യൂസ്ഫുൾ എന്തൊക്കെയാണ്? നമ്മൾ മൈക്രോബ്സിനെ വളർത്താൻ വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഐസ്ക്രീംസ്, ജെല്ലീസിന്റെ ഒക്കെ പ്രിപ്പറേഷൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഇനി അതേപോലെ വേറൊരു യൂണിസെല്ലുലാർ ആൽഗയുണ്ട്. അതിന്റെ പേരാണ് ക്ലോറല്ല. അത് എന്തിനു ഉപയോഗപ്പെടുന്നുണ്ട്? നമ്മൾ ഫുഡായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അത് ഫുഡ് സപ്ലിമെന്റ്. ആരാ യൂസ് ചെയ്യുന്നത്? സ്പേസ് ട്രാവലേഴ്സ്. എന്തുകൊണ്ടാണ് യൂസ് ചെയ്യുന്നത്? അവർ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ആൾക്കാരാണ്. ആരാണ് ഈ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ആൾക്കാർ? ക്ലോറല്ല എന്ന് പറഞ്ഞ യൂണിസെല്ലുലാർ ആൽഗയാണ് എന്ത്? പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ആൾക്കാർ. നമ്മൾ എന്തായിട്ട് യൂസ് ചെയ്യുന്നത്? ഫുഡ് സപ്ലിമെന്റ്. അത് ആരൊക്കെ എടുക്കുന്നുണ്ട്? ഒരുപാട് പേര് നമുക്ക് എടുക്കാം. അതേപോലെ തന്നെ സ്പേസ് ട്രാവലേഴ്സ് അത് യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി ഇവർ മെയിൻ ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ക്ലോറോഫൈസിയെ, തിയോഫൈസിയെ, റോഡോഫൈസിയെ. ക്ലോറോഫൈസി എന്ന് പറഞ്ഞാൽ ഗ്രീൻ ആൽഗെ, തിയോഫൈസി ബ്രൗൺ ആൽഗെ, റോഡോഫൈസിയെ റെഡ് ആൽഗെ. നമുക്ക് അത് നെക്സ്റ്റ് പാർട്ടിൽ പഠിക്കാം. നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കോമെന്റ് ചെയ്യുക. ഓക്കെ, സോ താങ്ക് യു.